ഹലോ ഫ്രണ്ട്സ്, സോനാൽ സൈദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോനാൽ സൈദ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. സിമ്പിൾ എക്സ്പെരിമെൻ്റാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ആർക്കാണെങ്കിലും ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് സയൻറ്റിഫിക് റീസൺസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് എക്സ്പെരിമെൻ്റ് ഒന്നും അതെങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഞാനുള്ള പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു A4 സൈസ് പേപ്പറാണ്. ഇനി അടുത്തതായിട്ട് ആ പേപ്പറിലേക്ക് ഇതേപോലെ സർക്കിൾ വരച്ചു കൊടുക്കണം. അപ്പോൾ സർക്കിൾ വരച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ലെങ്ത്ത് വേണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു രൂപം കിട്ടിയാൽ മതി. ആ ഒരു സർക്കിളിൻ്റെ കറക്റ്റ് ആക്യുറേറ്റ് ഒന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഇതിലങ്ങ് വരച്ചാൽ മതി, കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഷേപ്പ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇത്ര ലെങ്ത്ത് ആവശ്യമില്ല, നമുക്ക് ലാസ്റ്റ് തൊട്ട് ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് എടുക്കുക. അതിനുശേഷം അതിലേക്ക് പൂഴിയോ ഉപ്പോ ഇട്ട് കൊടുക്കുക. അതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇനി നമുക്ക് 2 പെൻസിൽ വേണം. അപ്പോൾ പെൻസിലിന് പകരം വേറെ ഒരു വടി കഷ്ണമോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ പെൻസിൽ ഇപ്പം പെട്ടെന്ന് കിട്ടിയത് പെൻസിലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ്റ് അടിച്ചു. അപ്പോൾ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 എടുത്തത്. ഒന്നെടുത്താലും നമുക്ക് അതിനനുസരിച്ച് ലെങ്ത്ത് നോക്കി എടുക്കാം. അപ്പോൾ ഒരു പെൻസിലിൻ്റെ ടിപ്പിന് പോയിൻ്റ് ഉണ്ടാവണം, അതായത് അവിടെ ഷാർപ്പൻ ചെയ്തിരിക്കണം. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ആ ഒരു പേപ്പറിൻ്റെ ആ ടിപ്പിലായിട്ട് നമുക്ക് ബെൻഡ് ഇട്ട് കൊടുക്കണം. ഈ പെൻസിലിൻ്റെ ടിപ്പ് ഉപയോഗിച്ച് ഒരു ബെൻഡ് ഇട്ട് കൊടുക്കണം, പോയിൻ്റ് ചെയ്തിട്ട് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ. അതിനെന്ന് വെച്ചാൽ ആ ഒരു പെൻസിലിൻ്റെ ടിപ്പിൽ അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെൻഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ആ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ലെങ്ത്ത് കുറച്ച് അധികമാണ് ആ ഒരു പേപ്പറിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗം താഴോട്ടുള്ള കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മെഴുകുതിരിയാണ്. അപ്പോൾ ആ മെഴുകുതിരി നമ്മൾ ഈ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് വെച്ച് അതിൽ കത്തിച്ചിട്ടാണ് ഇത് നമ്മൾ കറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെഴുകുതിരി ഗ്ലാസ്സിനെ അടുപ്പിച്ച് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ ഗ്ലാസ് നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഈ മെഴുകുതിരിൻ്റെ ആട്ടി ചെറിയ ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ചൂട് തട്ടിയിട്ട് ആ ഒരു ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് എടുക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മെഴുകുതിരിനായിട്ട് ചെറുതോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു ചൂട് തട്ടിയിട്ട് ആ ഒരു ഗ്ലാസ്സിൽ ക്രാക്കോ അത് പൊട്ടാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ മെഴുകുതിരി ഒന്ന് നമുക്ക് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം കറങ്ങാനുള്ള സയൻറ്റിഫിക് റീസൺ എന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ നമ്മൾ ചൂടാക്കുമ്പം ഈ ക്യാൻഡിലിൻ്റെ മേലെ ഉണ്ടാകുന്ന എയർ, അതായത് സാധാ എയർ, അത് ഹോട്ട് എയർ ആവും. അപ്പോൾ ഈ ഹോട്ട് എയർ കോൾഡ് എയറിൻ്റെ ആയിട്ട് ഡെൻസിറ്റി കുറവാണ് ഹോട്ട് എയറിന്. അതുകൊണ്ട് തന്നെ ഹോട്ട് എയർ മേലെ പോയി നിൽക്കും, കാരണം ഡെൻസിറ്റി കുറവാണ്. കോൾഡ് എയർ താഴെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചൂടാക്കുമ്പോൾ അവിടെ മേലെ ഉണ്ടാകുന്ന എയർ ഹോട്ട് എയർ ആയില്ലേ, അപ്പോൾ അത് മേലേക്ക് പോകും. അപ്പോൾ ആ മേലേക്ക് പോയ സമയത്ത് ആ ഒരു ഭാഗം താഴെ ആദ്യം ഉണ്ടായ ഭാഗം റീപ്ലേസ് ചെയ്യാനായിട്ട് കോൾഡ് എയർ വരും ആ ഭാഗത്ത്. അപ്പോൾ അത് വീണ്ടും ചൂടായിട്ട് മേലേക്ക് പോകും. പിന്നെ അവിടെ ഒന്നും കൂടി കോൾഡ് എയർ വരും. അങ്ങനെ ഇങ്ങനെ സൈക്കിളായിട്ട് അത് പോകും. അപ്പോൾ ഈ സൈക്കിൾ കാരണം അവിടെ ഒരു പ്രഷർ നടക്കും. അപ്പോൾ ആ പ്രഷർ കാരണമാണ് ആ ഒരു സ്പിന്ന് അവിടെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്കെന്ന് ഇനി അടുത്ത വീഡിയോ കാണാം.